പ്രിയമുള്ളവരെ, കസേരയിൽ ഇരുന്നു കൊണ്ടുള്ള നിസ്കാരത്തിൻ്റെ വിധി അത് സംബന്ധമായാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിസ്കാരം 3 രൂപത്തിൽ നിർവഹിക്കാൻ പറ്റും. നല്ല പൂർണ്ണ ആരോഗ്യമുള്ള ഒരാൾ നിൽക്കാനും റുക്കൂഅ് ചെയ്യാനും സുജൂദ് ചെയ്യാനും എല്ലാം സാധിക്കുന്ന ഒരാൾ, അദ്ദേഹം പൂർണ്ണമായും നിൽക്കേണ്ടതുപോലെ നിന്ന് റുക്കൂഅ് ചെയ്യേണ്ടതുപോലെ ചെയ്ത് സുജൂദ് നിർവഹിക്കേണ്ടതുപോലെ നിർവഹിക്കുന്ന ഒരു നിസ്കാരമാണ് ഒന്നാമത്തെ രൂപം. രണ്ടാമത്തെ രൂപം, നിൽക്കാൻ ഒരാൾക്ക് സാധിക്കില്ല. ഒന്നുകിൽ പൂർണ്ണമായും നിൽക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അല്പസമയം നിൽക്കാൻ കഴിയും, ബാക്കി സമയം താഴെ ഇരുന്നു കൊണ്ടാണ് നിസ്കാരം പൂർത്തിയാക്കാൻ കഴിയുക എന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് എത്ര സമയം നിൽക്കാൻ കഴിയുമോ അത്രയും സമയം നിന്നുകൊണ്ട്, എത്രത്തോളം അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയം മാത്രമേ അയാൾക്ക് നിൽക്കാൻ കഴിയുകയുള്ളൂ. അത് കഴിഞ്ഞാൽ താഴെ ഇരിക്കേണ്ട ഒരവസ്ഥയാണ്. എങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയം വരെ നിന്നുകൊണ്ട് ബാക്കി സമയം താഴെ ഇരുന്നു കൊണ്ട് നിസ്കാരം നിർവഹിക്കുകയാണ് വേണ്ടത്. മൂന്നാമത്തെ രൂപമാണ്, നിൽക്കാൻ ഒരാൾക്ക് സാധിക്കും, പക്ഷേ അദ്ദേഹത്തിന് സുജൂദ് ചെയ്യാൻ കഴിയില്ല. ഒന്നുകിൽ പൂർണ്ണമായും നെറ്റിത്തടം നിലത്ത് വെച്ച് സുജൂദ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ നിലത്ത് വെച്ചിരിക്കുന്ന 9 ഇഞ്ച് ഉയരമുള്ള ഒരു ഉറപ്പുള്ള വസ്തു, ആ വസ്തുവിൻ്റെ മേലിലും സുജൂദ് ചെയ്യാൻ, അത്രത്തോളം കുനിയാനും സാധിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് റുക്കൂഉം സുജൂദും ആംഗ്യം കാണിച്ചുകൊണ്ട്, അഥവാ തലകൊണ്ട് ഇശാറത്താക്കിക്കൊണ്ട് നിസ്കാരം നിർവഹിക്കാവുന്നതാണ്. കസേരയിലുള്ള നിസ്കാരം മൂന്നാമത്തെ ഗണത്തിലാണ് പെടുക. കസേരയിൽ ഇരുന്നുള്ള നിസ്കാരം അനുവദനീയമാവണമെങ്കിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് നിലത്ത് സുജൂദ് ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിലോ നിലത്ത് വെച്ചിരിക്കുന്ന ഒരു വസ്തു, ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഉദാഹരണം കാണിച്ചു തരാം. നല്ല ഉറപ്പുള്ള ഒരു വസ്തു, ഒരു ഇഷ്ടിക ആവാം, അല്ലെങ്കിൽ ഹോളോ ബ്രിക്സ് ആവാം, അങ്ങനെയുള്ള നല്ല ഉറപ്പുള്ള ഒരു വസ്തു, അതിൻ്റെ ഉയരം 9 ഇഞ്ചിനേക്കാൾ കൂടാൻ പാടില്ല. 9 ഇഞ്ചോ അതിൽ താഴെയോ ഉള്ള ഒരു വസ്തു, ആ വസ്തുവിൽ പോലും സുജൂദ് ചെയ്യാൻ, എന്നുവെച്ചാൽ അത്ര പോലും ഇയാൾക്ക് കുനിയാൻ സാധ്യമല്ല. അങ്ങനത്തെ വ്യക്തിയാണെങ്കിൽ അവർക്ക് മാത്രമാണ് ഇശാറത്താക്കിക്കൊണ്ട്, അഥവാ തല കൊണ്ട് ആംഗ്യം കാണിച്ച് നിസ്കരിക്കാൻ അനുവാദമുള്ളൂ എന്ന കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. സുജൂദ് ചെയ്യാൻ സാധ്യമായിരിക്കെ ഒരാൾ ഇശാറത്താക്കിക്കൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് നിസ്കാരം നിർവഹിച്ചാൽ ആ നിസ്കാരം ബാത്തിലാണ്, അസാധുവാണ് എന്ന കാര്യം നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്.